ഹായ് സുഹൃത്തുക്കളെ, ട്രാവലി ബൈ ജിൻസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നൊരു ഗുഹയിലോട്ടാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഴശ്ശി കേവിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമുക്ക് പോയാലോ? ഇവിടെ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പഴശ്ശി കേവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒരു ആൽമരങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ വഴിയിലോട്ട് പോവാം. ഞാൻ ഗുഹേൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാം. നമുക്ക് കാണിച്ചു തരാം. നല്ല മഴ പെയ്യുന്നു തോന്നുന്നു. ഇവിടെ ചെറിയൊരു അരുവി പോകുന്നുണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ ഇതാണ് ആൽമരം കേട്ടോ. എന്ത് മനോഹരമായ ആൽമരം അല്ലേ കാണാനൊക്കെ. ഇത് അവിടെയുള്ള തേയില ഫാക്ടറിയാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ടേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് എന്ത് മനോഹര കാണാം അല്ലേ. ഉള്ള തേയിലയാണ്. നമുക്ക് ഈ വഴിയാണ് കേട്ടോ പോകണ്ടേ ഗുഹയിലോട്ട്. നമുക്ക് പോവാം അല്ലേ. സൈഡിലൊക്കെ കണ്ടില്ലേ കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടോ? കുറച്ച് നമുക്ക് ഈ വഴിയിലോട്ട് അങ്ങോട്ട് പോകണം. ഞാൻ പോയി കാണിച്ചു തരാം. ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല. ഈ വഴി അങ്ങ് കുറേ അങ്ങ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഈ വഴി പോകുന്നത്. ഇതാണ് കേട്ടോ പഴശ്ശി കേവ്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. നമുക്ക് ഇതിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ആ അരുവി വരുന്ന ഇതിൻ്റെ താഴെ കൂടെയാണ് കേട്ടോ. ഇതിൽ ഗുഹയല്ലേ കാണാൻ. ഞാൻ ചുറ്റൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ പഴശ്ശി കേവ് എന്ന് പറഞ്ഞ പേര് ഇവിടെ സ്ഥിരീകരിച്ചിട്ട് 2 വർഷമായിട്ടോ. ഇവിടുത്തെ അധികാരികളൊക്കെ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഴശ്ശി രാജാവ് കുഴിച്ച ഗുഹയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് 2.3 കിലോമീറ്റർ ദൂരമുണ്ട് ഉള്ളിലോട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് 2 തുരങ്കമുണ്ട് കേട്ടോ. ഒന്ന് ബ്രിട്ടീഷുകാരെ കബളിപ്പിക്കാൻ വേണ്ടി കുഴിച്ച ഗുഹയും ഒന്ന് രാജാവിന് രക്ഷപ്പെടാനുള്ള ഗുഹയും. ഇത് നേരെ നിലമ്പൂർ കാടുകളിലാണ് ചെന്ന് അവസാനിക്കുന്ന ഈ ഗുഹ. അപ്പം നമുക്ക് ഈ ഗുഹേൻ്റെ ഉള്ളിലോട്ട് പോവാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കയറുമ്പോൾ തന്നെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇത് മഴ പെയ്തിട്ട് കുറച്ച് ഉള്ളിലോട്ട് വന്നേന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഞാൻ ഉള്ളിലോട്ട് പോവാം കേട്ടോ. കാണിച്ചു തരാം. ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ചെറുതായിട്ടുള്ളിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ട്. എന്ത് തണുപ്പാണ് ഉള്ളിലോട്ട്. അപ്പോൾ പണ്ട് ഗൊറില്ല വാർ നടന്നപ്പോൾ രാജാവ് രക്ഷപ്പെടാൻ വേണ്ടി കുഴിച്ചതാണ് കേട്ടോ ഇത്, ഈ ഗുഹ. ഒരാൾക്കൊക്കെ സുഖമായിട്ട് നിന്ന് വരാം കേട്ടോ. ഒരു 5 അടിയുള്ള ആൾക്കൊക്കെ. ഇതാണ് കേട്ടോ പഴശ്ശി രാജാവിൻ്റെ ഫോട്ടോ. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പഴശ്ശി രാജാവ്. ഇപ്പം ഇവിടുന്ന് 2ആയിട്ട് ഈ ഗുഹ തിരിയുന്നുണ്ട്. അപ്പം ഇതിലെയാണ് കേട്ടോ പഴശ്ശി രാജാവ് രക്ഷപ്പെട്ടത്. വവ്വാലുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഫുള്ള് വവ്വാലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലോട്ട്. നമുക്ക് ഇവിടെ വരെയാണ് നിന്ന് വരാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് കുനിഞ്ഞു പോകണം കേട്ടോ. ഞാൻ ഇവിടെ വരെ കാണിച്ചു തരാം. ഇതിലാണ് രാജാവ് രക്ഷപ്പെട്ടത് കേട്ടോ, നിലമ്പൂർ കാടുകളിലോട്ട്. വവ്വാലും കുഞ്ഞുങ്ങളും കണ്ടില്ലേ. നമുക്ക് തിരിക്കാം. എന്നിട്ട് അപ്പുറത്തെ കാണിച്ചു തരാം. ബ്രിട്ടീഷുകാരെ പറ്റിക്കാൻ വേണ്ടി കുഴിച്ച ഗുഹ കാണിച്ചു തരാം. രാജാവിന് സമ്മതിക്കണല്ലേ ഇനി ഗുഹ കുഴിച്ചത്. ഇവിടുന്ന് റൈറ്റിലോട്ട് ആണ് കേട്ടോ കബളിപ്പിക്കാൻ വേണ്ടി കുഴിച്ച ഗുഹ. എന്ത് മനോഹര ഉള്ളിലോട്ട് കാണാം. നല്ല തണുപ്പാണ് കേട്ടോ. ഇത് കുറേ അങ്ങോട്ട് പോവാനുണ്ട് കേട്ടോ.
ഈ ഗുഹയ്ക്ക് അവസാനമല്ല കേട്ടോ, ഞാൻ കുറേ അങ്ങ് എത്തിയേ. ഫുള്ള് വവ്വാല് കുഞ്ഞുങ്ങളാ, മൊത്തം പാറി നടക്കുന്ന കണ്ടില്ലേ. സൈഡൊക്കെ നോക്കി, മേലെയൊക്കെ നോക്കി. പണ്ടത്തെ മെഷീനറിയൊക്കെ വെച്ച് കുഴിച്ചതാണല്ലേ. ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ രാജാവ്. കുറേ പടയാളികളും. ഞാനങ്ങനെ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നമുക്ക് തിരിച്ച് പുറത്തേക്ക് തന്നെ പോവാം. ഞാൻ കാണിച്ചു തരാം കയറി വന്നത്. വെള്ളത്തുള്ളികളൊക്കെ മേളിന്ന് ചാടുന്നുണ്ട്. അത് ഈർപ്പാണ് കേട്ടോ. ഇതാണ് രാജാവ്, പൈശി രാജാവ്. അതിലാണ് രാജാവ് പോയത്. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കയറി വന്നത്. 1857 ഈ ഗുഹ ഇവിടെ സ്ഥിരീകരിച്ചത് കേട്ടോ. പൈശി രാജാവിൻ്റെ കേവായിട്ട് ഇതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് ഇതെല്ലാവരും കണ്ടുപിടിച്ചത്. രാജാവ് ബ്രിട്ടീഷുകാരെന്ന് പൊരുതി രക്ഷപ്പെടാൻ വേണ്ടി കുഴിച്ചതാണ്, കണ്ടുപിടിച്ചത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഈ പേര് വന്നത്, പൈശി കേവ് എന്ന്. നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. എല്ലാവരും വരണോട്ടെ ഗുഹയൊന്ന് കാണാൻ. ഞാനങ്ങനെ പുറത്തോട്ട് വന്നു. ഞാനങ്ങനെ ബോർഡൊന്ന് കാണിച്ചു തരാം. 2 വർഷമായിട്ടുള്ള ഈ ബോർഡ് ഇവിടെ വെച്ചിട്ടോ. ഇതാണ് ചുറ്റുഭാഗം വരുന്നത്. മേലോട്ടൊക്കെ തേയിലയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ബെല്ലൈക്കൻ അമർത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം. ബൈ.